ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ച ഫുൾ എപ്പിസോഡിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയണത്. അങ്ങനെ മീനാക്ഷി എടുത്ത് പറയുന്നുണ്ട് ഓഫീസിൽ നിന്ന്, ദേ ഈ ഫയൽ ഒരിക്കലും നഷ്ടപ്പെടാൻ വരുത്തരുത്, മീനാക്ഷി ഇത് ഭദ്രമായിട്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഫയൽ മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുക്കാണ്. മീനാക്ഷി അത് വീട്ടിൽ വന്നിട്ട് അത് ഭദ്രമായിട്ട് തന്നെ അലമാരിൽ വെച്ച് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ അടുത്ത ആഴ്ച വലിയൊരു കാര്യം തന്നെയാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ മീനാക്ഷി എടുത്ത് അങ്ങനെ ഓഫീസിൽ നിന്ന് പറയുന്നുണ്ട്, മാഡം മീനാക്ഷി നാളെ വരുമ്പോ മീനാക്ഷി ആ ഫയലായിട്ട് വേണം വരാനായിട്ട്, നാളെ അത് പ്രസന്റ് ചെയ്യേണ്ട ദിവസമാണെന്ന് പറയാണ്. ശരി മാഡം, ഞാനത് കൊണ്ടുവരാന്ന് മീനാക്ഷി പറയുന്നുണ്ട്. വീട്ടിൽ വന്ന മീനാക്ഷി ഞെട്ടിപ്പോവാണ്. ആ ഫയൽ അവിടെ കാണുന്നില്ല. ആ ഫയൽ അവിടെ കിടക്കുന്നുണ്ട്, പക്ഷെ പേപ്പേഴ്സ് ഒന്നും അതിന്റെ ഉള്ളിലില്ല. അമ്മേ അമ്മേ എന്ന് പറഞ്ഞിട്ട് വിളിക്കാണ്. എന്താ മോളെ, എന്താ കാര്യം എന്ന് പറഞ്ഞ് ഗോമതി ചോദിക്കുമ്പോ, അമ്മേ ഇതിനുള്ളിൽ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള പേപ്പർ ഉണ്ടായിരുന്നു, ഇപ്പൊ ആ പേപ്പർ കാണുന്നില്ലെന്നോ, നീ വെച്ചെടുത്തന്നെ നോക്ക് മോളെ എന്ന് പറയണം. ഇല്ല അമ്മേ, ഞാൻ ഇവിടെ തന്നെ വെച്ചത്, അതിപ്പോ കാണുന്നില്ല, എനിക്കറിയില്ല, എന്റെ ജോലി പോകുന്ന കാര്യമാണിത്. നീ ടെൻഷൻ ആവില്ല, ടെൻഷൻ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ തപ്പിയാ കേട്ടില്ല. നോക്ക്, നീ സമാധാനമായിട്ട് നോക്ക്, തീർച്ചയായിട്ടും നീ വെച്ചെടുത്ത് തന്നെ ഉണ്ടാവും, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഗോമതിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ മീനാക്ഷി അങ്ങ് ഭയങ്കര കരച്ചിലാണ്. ദേവി വരുന്നുണ്ട്. എന്താ മീനു, എന്താ കാര്യം? എടത്തി, എന്റെ ഇരുന്ന ഫയലുള്ള പേപ്പർ കാണുന്നില്ല. മീനാക്ഷി, നീ ഇങ്ങനെ ടെൻഷൻ ആവില്ല, നീ വിഷമിക്കില്ലേ, എല്ലാം റെഡിയാക്കും, നീ ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞിട്ട് ഇരുത്തുവാണ്. പിന്നീടാണ് നമ്മുടെ ദേവി ആ കാര്യം ആലോചിക്കുന്നത്. വേറെ ഒന്നുമല്ല, അതിന്റെ തലേ ദിവസം ദേവി മീനാക്ഷിയുടെ അലമാരിന്ന് എന്തോ ഒരു സംഭവം എടുക്കാൻ പോയപ്പോഴേക്കും ഈ പേപ്പർ ആവശ്യമില്ലാത്ത പേപ്പർ ആണെന്നിട്ട് ഈ പേപ്പർ എടുക്കുന്നുണ്ടായിരുന്നു. ശേഷം ഇങ്ങനെ അതെടുത്തിട്ട് കയ്യിൽ ദേവിക്ക് അറിയില്ലട്ടോ അത് ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് പേപ്പർ ആണെന്ന്. അത് കയ്യെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ വരുന്നുണ്ടായിരുന്നു. ബാലനോട് നമ്മുടെ ദേവി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാട്ടോ. അപ്പുറത്തെ ആൾക്കാരുണ്ടല്ലോ, അവരിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ബാലൻ ആ പേപ്പർ മേടിക്കുന്നുണ്ട്. അവനെന്റെ കൈ കിട്ടെ, ഞാൻ ഈ പേപ്പർ വലിച്ച് കീറി അവരെങ്ങനെ കീറി വലിച്ചെറിയും ഞാൻ എന്നൊക്കെ പറഞ്ഞ പേപ്പർ വലിച്ചെറിയാണ്. ഇവര് സംസാരിക്കുന്ന ആ ഒരു ദേഷ്യത്തിലുള്ള വലിച്ചെറിയാണ് കേട്ടോ. അപ്പോഴാണ് ദേവിക്ക് ആ കാര്യം ഓർമ്മ, ഈശ്വര ബാലച്ചന പേപ്പർ കീറിക്കളഞ്ഞതാണല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യുന്നൊക്കെ ആലോചിക്കുകയാണ്. ശേഷം ദേവി അവിടെ പതുക്കെ നൈസായിട്ട് മുങ്ങുവാട്ടോ. എന്നിട്ട് ബാലനോട് പറയണ്ട, ബാലച്ച ഇങ്ങോട്ട് വന്നേ, എന്താ മോളെ, ഒരു അബദ്ധം പറ്റി, എന്താ മോളെ, എന്താ കാര്യം? ബാലച്ച, ഇന്നലെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടായില്ലേ, നമ്മൾ അപ്പുറത്ത് കാരുടെ കാര്യം സംസാരിക്കുന്ന സമയത്ത് ദേഷ്യം വന്നിട്ട് അവരാണെന്ന് ബാലച്ചൻ ആ പേപ്പർ ഇങ്ങനെ കീറി കളഞ്ഞില്ലേ, അത് മീനാക്ഷിയുടെ കമ്പനിയിലെ പേപ്പർ ആണെന്ന്. അത് കളക്ടറേറ്റിൽ വളരെ ഇമ്പോർട്ടന്റ് പേപ്പർ ആണെന്ന്, അത് കൊടുത്തില്ലെങ്കിൽ മീനാക്ഷിയുടെ ജോലി പോകുന്ന പറഞ്ഞത്. ഈശ്വര, ആ പേപ്പർ ഇന്നലെ കീറിട്ട് എവിടെയാ മോളെ കണ്ടത്? അത് അപ്പുറത്തെ പുല്ലുംചോട്ടിലല്ലേ കളഞ്ഞത്. വയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? മീനാക്ഷി ഇത് അറിയില്ല കേട്ടോ, അറിഞ്ഞ തീർന്നു. അതെ അച്ഛാ, മീനാക്ഷി ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, നമുക്കൊന്ന് തപ്പി നോക്കിയാലോ, ആ പേപ്പർ 2-3 കഷ്ണമാണ് കീറിയതെങ്കിൽ നമുക്ക് ഒട്ടിച്ചു ശരിയാക്കാലോ. ശരി മോളെ, നമുക്ക് നോക്കാം എന്ന് പറയണേ. അല്ല, എവിടെ വെച്ചിട്ടാണ് അത് കീറിയെന്ന് മോൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട് ബാലച്ച, അവിടെ ആ റോസാപ്പൂന്റെ എടി വെച്ചിട്ടാ കീറിയത്, നമുക്ക് അവിടെ പോയി നോക്കാം മോളെ എന്ന് ബാലൻ പറയാണ്. ദേവിയും ബാലനും അവിടെ തെരയിലോട്ടോ. അങ്ങനെ മോളെ കിട്ടിയോ മോളെ? ഇല്ല അച്ഛ, എവിടെയും കിട്ടില്ല, ഇനി കാട്ടത്ത് എവിടെയെങ്കിലും പറന്നു പോയോന്ന് അറിയില്ല. അച്ഛൻ ആ പേപ്പർ എത്ര കഷ്ണമായിട്ടാ കീറിയത് മോളെ? എനിക്ക് ഓർമ്മയില്ല, ആ ദേശത്തെ ആ ചുരുട്ടിക്കൂട്ടി കീറി കളഞ്ഞു അത്. എന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കാൻ പോകുമ്പോഴേക്കും ബാലന്റെയും ദേവിയുടെ തല പരസ്പരം അടിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, തല അടിച്ചു കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ദേവി ഇങ്ങനെ സാരില്ല വാ തപ്പാമെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും ആ പേപ്പർ കാറ്റത്ത് അങ്ങനെ പറന്നിങ്ങനെ നടക്കുവാട്ടോ. അപ്പൊ നമ്മുടെ അവിടെ ഇവിടെയൊക്കെ തെറിച്ചു വീണ് കിടക്കാണ്. ദേവി ആ പേപ്പറിന്റെ കഷ്ണങ്ങളൊക്കെ വാരി വലിച്ചെടുക്കുന്നുണ്ട്, പക്ഷെ അതിൽ കുറെ പേപ്പേഴ്സ് മിസ്സിംഗും ആണ്. അങ്ങനെ നമ്മുടെ മീനാക്ഷി ആണെങ്കിൽ ജോലിക്ക് ആ ദിവസം പോയില്ലോ. മീനാക്ഷിയുടെ ജോലി സ്ഥലത്ത് വിളിയാണ്, മേഡം എവിടെ നിന്റെ പേപ്പറായിട്ട് എത്രയും പെട്ടെന്ന് വരാൻ നോക്ക് മീനാക്ഷി, ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് തന്നെ ആ പേപ്പർ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്, നിന്റെ കയ്യിൽ ഭദ്രമായിട്ടല്ലേ ഞാൻ തന്നത്, നീ ആ പേപ്പറായിട്ട് എത്രയും പെട്ടെന്ന് കളക്ടറേറ്റ് ഓഫീസിലേക്ക് വരാൻ വേണ്ടി പറയാണ്. മീനാക്ഷിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മീനാക്ഷി കുറച്ചുമ്പോഴേക്കും മേഡത്തിനെ വിളിച്ച് പറയണ്ട, മേഡം ക്ഷമിക്കണം, ആ പേപ്പർ കാണുന്നില്ലെന്ന് പറയണേ. കാണുന്നില്ലെന്നോ? ഇത് നിന്റെ ജോലി പോകുന്ന കേസ് വരെ ആവുന്ന പ്രശ്നമാണ് കേട്ടോ മീനാക്ഷി, നീ അത് എവിടെ നിങ്ങളൊക്കെ തപ്പിയെടുക്ക്, അതിന്റെ ഒറിജിനൽ കോപ്പി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നീ അത് എവിടെ നിങ്ങൾക്ക് തപ്പിയെടുക്കെന്ന് പറയണം, അല്ലെങ്കിൽ ജോലി പോയിന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയുമ്പോ മീനാക്ഷി ആകെ തലക്ക് കൈവച്ച് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ മീനാക്ഷി ആ കരഞ്ഞ് അവസാനം തല കറങ്ങി വീഴുവാണ്. തല കറങ്ങി വീഴുമ്പോഴേക്ക് ആര്യനും അതുപോലെ ആകാശും ആനന്ദം ഒക്കെ വരുന്നുണ്ട്. എല്ലാവരും മീനാക്ഷിനെ സമാധാനപ്പെടുത്താൻ ഒന്നുമില്ല, നമുക്ക് അഥവാ ഇത് കേസോ കാര്യങ്ങളോ ആവാണെങ്കിൽ നമുക്കത് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പൊ ചെയ്യാം, നമ്മളെ മനഃപൂർവ്വം ഒന്നും കളഞ്ഞതല്ലല്ലോ. പിന്നെ ആ വീട്ടിലെല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഈ പേപ്പർ കണ്ടെന്ന്, ഇത്ര നീ കണ്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആര്യൻ ഇല്ല ഞാൻ കണ്ടില്ലെന്ന് പറയുന്നുണ്ട്. ആനന്ദ് ചോദിക്കുന്നുണ്ട്, ദേവി നീ എങ്ങാനും കണ്ടിരുന്നോ? ഇല്ല ആനന്ദേട്ടാ, അങ്ങനെ പേപ്പറൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു, അങ്ങനെ എന്തെങ്കിലും പേപ്പർ കണ്ടെങ്കിൽ വായിച്ചു നോക്കാതെ എടുക്കാറും ഇല്ലെന്ന് പറയാണ്. മീനാക്ഷി, ആ പേപ്പർ പിന്നെ ഇവിടെ ആരെടുക്കണം? കുഞ്ഞു പിള്ളേരൊന്നും ഈ വീട്ടില്ല, പിന്നെ അത് ആരെടുക്കാനാണ്? എനിക്ക് അറിയില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ തലക്കും കൈവച്ച് മീനാക്ഷി ആകെ കരച്ചിലാട്ടോ. അങ്ങനെ മീനാക്ഷിക്ക് കമ്പനിയിൽ നിന്ന്, അതായത് അവിടെ നിന്ന് വലിയൊരു ലെറ്റർ വരുവാണ്. മീനാക്ഷി അത് 2 ദിവസത്തിൽ
2 ദിവസത്തെ മീനാക്ഷി ആ പേപ്പർ സബ്മിറ്റ് ചെയ്തില്ല എന്നാണെന്നുണ്ടെങ്കിൽ മീനാക്ഷിയുടെ ജോലി പോകുമെന്ന് പറഞ്ഞിട്ടാണ് ആ ലെറ്റർ ആ മെയിൽ വരാട്ടോ മീനാക്ഷിക്ക്. മീനാക്ഷി വീണ്ടും ആകെ ടെൻഷൻ ആവാണ്. ബാലനും ദേവിയും വീണ്ടും വീണ്ടും ഒരുപാട് സ്ഥലത്ത് ആ പേപ്പർ തപ്പി നടക്കുന്നുണ്ട്. അവസാനം 2 പേപ്പർ കഷ്ണം മിസ്സിംഗ് ആണ്, ബാക്കി എല്ലാം തന്നെ കിട്ടി കേട്ടോ. ശേഷം ദേവി പറഞ്ഞ ബാലച്ച 2 പേപ്പർ കഷ്ണം മിസ്സിംഗ് ആണെന്ന് പറയാണ്. മോളത് എവിടെ പോയി, ഇനി അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ആരുടെങ്കിലും കയ്യിൽ പെട്ടാലും പ്രശ്നമാണ്, കാരണം ആരെങ്കിലും കീറിക്കളഞ്ഞതെന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തായാലും 2 കഷ്ണം പേപ്പർ കണ്ടുപിടിച്ചേ പറ്റൂന്ന് പറയണം. അങ്ങനെ പതിവ് പോലെ ഗോമതി ആ പൂന്തോട്ടവും ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇത്രയും കൂടെ തന്നെ ഉണ്ട്. അവരിങ്ങനെ സംസാരിക്കുകയാണ്. എന്നാലും എന്ത് കഷ്ടമാണല്ലേ ആ പേപ്പർ മിസ്സായി പോയത്. മീനാക്ഷി ഭയങ്കര വിഷമമായി പോയി. സാരമില്ല, ഇപ്പൊ മിസ്സായത് മിസ്സായി, ഇനി അതിന്റെ പുറകയിൽ എന്തൊക്കെ വരും അതൊക്കെ നമുക്ക് നേരിടാം, അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് ഗോമതി പറയാണ്. പെട്ടെന്നാണ് അവർ ഒരു പേപ്പർ കഷ്ണം ആ ഒരു റോസാപ്പൂവിന്റെ ചെടിച്ചട്ടിയുടെ താഴെയായിട്ട് കാണുന്നത്. ഇതെന്താ ഒരു കഷ്ണം പേപ്പർ എന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ നോക്കുമ്പോഴാണ് ഞെട്ടിപ്പോകുന്നത്. അത് നമ്മുടെ മീനാക്ഷിയുടെ ലെറ്ററിന്റെ സൈൻ ചെയ്ത കഷ്ണമാണ് കേട്ടോ. അയ്യോ, ഇത് ആ പേപ്പർ അല്ലേ, മീനാക്ഷി തപ്പിക്കൊണ്ടിരുന്ന ആ പേപ്പറിന്റെ കഷ്ണമല്ലേ ഇത്? ശരിയാണല്ലോ, ഇതാരാ കീറിക്കളഞ്ഞത്, ഇനി ആരാ കീറിക്കളഞ്ഞത് ഒന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഭയങ്കര പ്രശ്നമാവാണ്. അങ്ങനെ ബാലനെ വിളിക്കേണ്ട ഗോമതി. ബാലേട്ട നോക്കിയേ, മീനാക്ഷി മോളുടെ ആ പേപ്പറിന്റെ കഷ്ണം ആരോ വലിച്ചു കീറിക്കളഞ്ഞതാ. അങ്ങനെ ആര് കളഞ്ഞ ഗോമതി, നിനക്ക് തോന്നിയതായിരിക്കും. ഇല്ലെന്നേ, ഇത് ആരോ വലിച്ചു കീറിക്കളഞ്ഞതാ എന്ന് പറയുമ്പോ നമ്മുടെ ബാലൻ പതിക്കെ ദേവീനെ നോക്കാണ്. ദേവി ബാലനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ഗോമതിക്ക് ചെറിയൊരു സംശയം പോലെ തോന്നുവാണ്. ഗോമതി അടുത്ത് മാറി കഴിയുമ്പോഴേക്കും ബാലനും ദേവിയും എന്ത് ചെയ്യുന്നൊക്കെ ഇങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഇപ്പൊ എന്താ സംസാരിച്ചത്? ഒന്നുമില്ല ഗോമതി. അല്ല, ഇതിന് പിന്നിൽ നിങ്ങൾ ആരെങ്കിലും ആണോ? ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേരെ വെറുതെ വെച്ചേക്കില്ല, നോക്കിക്കോ. മീനാക്ഷി മോളെ അത്ര കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലിയാണത്. അവള് എന്താണ്, അവിടെ തെറ്റ് ചെയ്യാതെയാണ് ഈ ജോലിന്ന് പോകുന്നതെങ്കിൽ ആരും വെറുതെ വിടില്ല, നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി അവിടെ നിന്ന് പോവാണ്. ബാലനും ആകെ തലക്ക് കൈ വെച്ചിരിക്കുകയാണ്. ബാലൻ ദേവിയെടുത്ത് മാറ്റി നിർത്തി പറയണ്ട, മോള് വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ആർക്കെങ്കിലും കണ്ട് സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ നോക്കാം. അച്ഛ ആർത്ത് സംസാരിക്കണ അച്ഛ, ഇത് നമ്മുടെ കൈവിട്ടുപോയ കേസാണ്. അച്ഛന് വലിയ വലിയ ആൾക്കാരൊക്കെ പരിചയം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല, നോക്കട്ടെ, ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എന്തായാലും ആ സോൾവ് ചെയ്യാൻ പറ്റിയിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നുള്ളൂ മോളെ. എനിക്ക് അവളുടെ മീനാക്ഷിയുടെ സങ്കടം കാണാൻ വയ്യ, ഞാൻ കാരണം അവൾ ഒരുപാട് വേദനിക്കുന്നുണ്ടല്ലോ എന്ന കാര്യത്തിൽ നമ്മുടെ ബാലനാണെന്ന് വിഷമിച്ചിട്ട് പോവാട്ടോ. ബാലൻ കണ്ണി കണ്ടവരൊക്കെ കാലിൽ വീഴുന്നുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ ഈ പ്രശ്നം സോൾവ് ആക്കി തരണം, മീനാക്ഷി മോളുടെ ജോലി കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ബാലനാണല്ലോ തെറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കുറ്റബോധത്തിന് പുറത്ത് ബാലനിങ്ങനെ ഓരോരുത്തരെ കാലിൽ പിടിച്ചിങ്ങനെ കരയാണ്. ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണം, മോളുടെ ഇങ്ങനെ ജോലി കളയാതെ നോക്കണം, ഒരു ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ച് അത് സോൾവ് ആക്കണത് ബാലൻ തന്നെയാണ് കേട്ടോ. എന്തായാലും ഈ സത്യം അറിയുമ്പോഴേക്കും മീനാക്ഷിയുടെ ഒരു പൊട്ടിത്തെറി ഉണ്ട്. അത് നമുക്ക് കാണാം. എന്തായാലും അടുത്ത ആഴ്ച നല്ല സൂപ്പർ ആയിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.